രാജ്യാന്തര അവയവക്കടത്ത് കേസ് CBI അന്വേഷണത്തിലേക്ക്. രാജ്യാന്തര ബന്ധങ്ങളുള്ള കേസായതിനാൽ CBI അന്വേഷണത്തോട് കേരള പോലീസിനും എതിർപ്പില്ല. പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും സർക്കാർ CBIക്ക് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുക. രാജ്യാന്തര കണ്ണികൾ ഉൾപ്പെട്ട കേസിൽ വിദേശ രാജ്യങ്ങളിലുള്ളവരെ കണ്ടെത്തി തിരികെ എത്തിച്ച് നിയമ നടപടികൾക്ക് വിധേയരാക്കണമെങ്കിൽ ഇന്റർപോൾ പോലുള്ള ഏജൻസികളുടെ സഹായം വേണം. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIക്ക് ഇന്റർപോളുമായി കാര്യക്ഷമമായി സഹകരിച്ചു നീങ്ങാനും പ്രതികളെ കുടുക്കാനും കഴിയും. രാജ്യാന്തര ബന്ധമുള്ളതും പല പ്രധാന കണ്ണികളും ഇറാനിൽ തന്നെ തുടരുന്നതുമായ കേസിലെ കേരള പോലീസ് അന്വേഷണത്തിന് പരിമിതികൾ ഏറെയാണ്. ഇന്റർപോളിന്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയാണ് CBI. നിലവിൽ കേസ് ഏറ്റെടുക്കുന്നതിൽ CBIക്ക് തടസ്സങ്ങളുമില്ല. അവയവക്കടത്ത് കേസിൽ പോലീസ് തിരയുന്ന മധു ഇപ്പോഴും ഇറാനിലാണുള്ളത്. അറസ്റ്റിലായ സാബിത്തും ഒളിവിലുള്ള മധുവുമെല്ലാം ഉൾപ്പെട്ട അവയവ കച്ചവട മാഫിയയിൽ ചില ഡോക്ടർമാരും ഉൾപ്പെട്ടതായാണ് വിവരം. ഇവരെയെല്ലാം കണ്ടെത്തി ചോദ്യം ചെയ്യുകയും മറ്റ് അവയവക്കടത്ത് കേസുകളുമായി നെടുമ്പാശ്ശേരി കേസിന് ബന്ധമുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. ജനൻ TV പുറത്തുവിട്ട വെളിപ്പെടുത്തലുകളിലെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവ കച്ചവട റാക്കറ്റിലേക്കും അന്വേഷണം നീളേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ അവയവക്കടത്ത് കേസിൽ നിലവിൽ അന്വേഷണം നടത്തിവരുന്ന വിവിധ CBI യൂണിറ്റുകളുമായി ചേർന്ന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും CBIക്ക് കഴിയും. മനുഷ്യക്കടത്ത് നടന്നോ എന്നതിൽ പ്രാഥമിക വിവരശേഖരണവും മൊഴിയെടുക്കലും പൂർത്തിയാക്കിയ NIA പോലീസ് UAPA ചുമത്തിയാൽ കേസ് രജിസ്റ്റർ ചെയ്യും. നിലവിൽ പരാതിക്കാരില്ലാത്ത കേസിൽ ഇരകളുടെ മൊഴികൾ രേഖപ്പെടുത്തിയാണ് അന്വേഷണം നീങ്ങുന്നത്. മുമ്പ് നടന്ന ചില മനുഷ്യക്കടത്തുകൾ അവയവ കച്ചവടത്തിനായിരുന്നോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. ജനം, കൊച്ചി.